കൊള്ളാം. പണ്ടത്തെ നസ്രാണി പെണ്ണുങ്ങളുടെ ട്രഡീഷണൽ ഡ്രസ്സല്ലയോ ചട്ടയും മുണ്ടും. യൗസേപിതാവിന്റെ നൊവേന തിരുനാളിന് ഇടവകയിലെ അമ്മ സംഘം മുഴുവനും ചട്ടയും മുണ്ടും കൊടുത്താ പള്ളിയിൽ പോകും. തന്നേടി ഇങ്ങോട്ട്. എന്റെ ജിൽസിമോളെ, പുതിയ വികാരിയച്ഛന്റെ പുതിയ ഐഡിയ. താല്പര്യമുള്ള അമ്മമാർക്കൊക്കെ ചട്ടയും മുണ്ടും കൊടുക്കാം. എനിക്കിഷ്ടായി. ആ ജില്ലേ, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ടോണി സാറ് വിളിക്കുന്നുണ്ട്. ഒന്ന് പോടി അവിടുന്ന്. ഹലോ സർ. ഞാൻ അന്നേ പറഞ്ഞില്ലേ സാർ എന്റെ ആഗ്രഹം. കേൾക്കുന്നവർക്കൊക്കെ അത് തലതിരിഞ്ഞായിട്ട് തോന്നാം. അയ്യോ അല്ല സർ, കുറേ മക്കളുള്ള വീട്ടിൽ ചെന്ന് കയറാനാ എനിക്കിഷ്ടം. ഒറ്റ മകളായ എനിക്ക് ഈ ന്യൂക്ലിയർ ഫാമിലി മടുത്തു. സാറും ഒറ്റ മോനല്ലേ? അതൊക്കെ ശരി. എന്നാലേ ഷാലിക്ക് ചേർന്നൊരു സർപ്രൈസ് തരുന്നുണ്ട്. ആ ജനലിലൂടെ റോഡിലേക്ക് നോക്കി. എങ്ങനെയുണ്ട്? അടിപൊളി. ഒരു 10 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. ഓ, ഇനിയേ കഷണ്ടി തലകണമെന്ന് പറഞ്ഞിട്ടുള്ള കുറവ് വേണ്ട. അതൊരു കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടില്ലേ ടോണി സാറേ? നാളെ കഴിഞ്ഞ് 6 മക്കളുള്ള വീട്ടിൽ നിന്ന് ഒരാൾ എന്നെ കാണാൻ വരുന്നുണ്ട്. സാർ എന്നോടൊന്നും. വീട്ടിൽ ഒറ്റമനായത് എൻ്റെ കുറ്റമല്ല. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ എപ്പോഴെങ്കിലും മനസ്സ് മാറി ചിന്തിച്ചാൽ കോൾ മീ. ഐ വിൽ വെയിറ്റ് ഫോർ യു. ആ പാവം ചെറുക്കൻ ഇപ്പോഴത്തെ പിള്ളേര് പറയുന്ന പോലെ അങ്ങ് തേച്ചൊട്ടിച്ചല്ലേ. ആര് തേച്ചെന്ന്? പിള്ളേരുടെ ഭാഷയൊന്നും അമ്മ പറയണ്ട. ഓ, ഞാനൊന്നും പറയുന്നില്ല എന്റെ ടീച്ചറെ. പിന്നെ നിന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞു വന്ന ചെക്കനില്ലേ, അത്ര മോശക്കാരനൊന്നുമല്ല. ടീച്ചറമ്മ നോക്കി പേടിപ്പിക്കണ്ട. ഇപ്പത്തെ പെൺകുട്ടികളെ ഒറ്റപുത്രനാണെന്ന് പറഞ്ഞാൽ ചാടി വീഴും. ഇവിടെ ഒരുത്തിക്ക് കൂട്ടുകുടുംബത്തിൽ പോവാനാ ഇഷ്ടം. 10-20 കൊല്ലം മുമ്പേ ഞാനും എത്തിയതാ ഒരു കൂട്ടുകുടുംബത്തിലേക്ക്. നിന്റെ അപ്പനടക്കം 8 മക്കളാ ഈ തറവാട്ടില്. എന്നിട്ട് എന്നാ പറ്റി? ഓ, ഒന്നും പറ്റിയില്ല. ഫർണിച്ചർ പണിക്കാരനാണെന്നും പറഞ്ഞാ കെട്ടിയത്. പിന്നെ പിന്നെ മീൻ കച്ചവടക്കാരനായി നിന്റെ അപ്പൻ. അതുകൊണ്ടെന്താ മീൻ കച്ചവടം അത്ര മോശമാണോ? എന്ത് മോശം? നിന്റെ അപ്പൻ ഒഴിച്ചേ ബാക്കി എല്ലാ ചേട്ടനനിയന്മാരും രക്ഷപ്പെട്ടു. ഇളയ പുത്രനായ നിന്റെ അപ്പൻ മാത്രം ഈ തറവാട് കെട്ടിപ്പിടിച്ച്. ഒന്നും മിണ്ടാതിരിയമ്മേ. അപ്പന് മീൻ കച്ചവടം ആയാലും അമ്മ ഇപ്പോഴും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. ഓ, സുഖത്തിനൊരു കുറവുമില്ല. പിന്നെ എന്റെ ചേച്ചിയുടെ മക്കളെ ഒരു പേര് വിളിക്കുന്നുണ്ട്, ചാളമേരിന്ന്. അമ്മേ, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ട്. അതറിയാത്ത ചില കുട്ടികള്. എനിക്കത് പ്രശ്നമല്ല. എന്റെ മോൾക്ക് അങ്ങനെയൊന്നും വരുത്തല്ലേന്ന എന്റെ പ്രാർത്ഥന. വന്നല്ലോ ഒപ്പം പുണ്യാളൻ. മോളെ, നിന്റെ അമ്മ വല്ല മാർഗം കളിക്ക് പോണാണോ അതോ വല്ല ഫാൻസി ഡ്രസ്സിനോ? ഒന്ന് പോ മനുഷ്യ അവിടുന്ന്. അപ്പനെന്താ അവിടെ നിന്ന് കളഞ്ഞേ? എന്താ കള്ളുടിച്ചുണ്ടോ? വേണ്ട, അടുത്തേക്ക് വരണ്ട. എന്താ പറ്റി അപ്പച്ച? ഒരു മുട്ടൻ പണി കിട്ടി മോളെ. പേടിക്കാനൊന്നുമില്ല, എങ്കിലും അവിടെ നിന്നാ മതി, ഇങ്ങോട്ട് വരണ്ട. അപ്പൻ ഇനി ക്വാറന്റൈനിൽ പോണം. കൊറോണ പിടിപെട്ടിട്ടുണ്ടോന്നറിയാൻ നിരീക്ഷണത്തിൽ പോണോന്ന്. എന്റെ ഔസേ പുണ്യാളാ. അയ്യോ, അതിന് അപ്പച്ചൻ എവിടുന്നാ? എന്റെ മോളെ, ഞാൻ ഇന്ന് വെളുപ്പിന് മീനെടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോ നമ്മുടെ പള്ളി വികാരിയുടെ ഒരു വിളി. നൊവേന പെരുന്നാളല്ലേ, ഔസേപിതാവിന്റെ രൂപക്കൂടൊന്ന് ശരിയാക്കണമെന്ന്. ഉച്ചക്ക് എന്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് പള്ളിയിലെത്തി കഴിഞ്ഞപ്പോ അവിടെ പള്ളി ക്ലീൻ ചെയ്യാൻ വന്നൊരു ബംഗാളി തല ഇറങ്ങി വീണു. ഞാനും കപ്പ്യാര് തോമയും കൂടി അതിനെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അവിടെ ടെസ്റ്റ് ചെയ്തപ്പോ അവന് കൊറോണ. അയ്യോ, എന്തിനു പറയണം, ഞാനും കപ്പ്യാരും പെട്ടു. ചതിച്ചല്ലോ എന്റെ പുണ്യാള. മോള് വിഷമിക്കണ്ട, അപ്പനൊന്നും വരില്ല. നമ്മുടെ ജോണി പേപ്പന്റെ വീട്ടിൽ ആരുമില്ലല്ലോ.
അപ്പനവിടെ ക്വാറന്റൈനിൽ ഇരുന്നോളാ. പിന്നെന്താ എടി പെണ്ണുമ്പുള്ള എനിക്കൊരു കുഴപ്പമില്ലടി. മോളെ നീ അമ്മയെന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എത്ര പേര് ക്വാറന്റൈനിലിരിക്കുന്നു, അതുപോലെ ഞാനും. ഇതത്ര പേടിക്കാനുള്ള സംഭവമൊന്നുമല്ലെന്നേ, വെറുതെ ചുമ്മാ. ആ മോളെ, നീ ആ താക്കോലെടുത്ത് ആ വീടും തുറന്നേ. ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണ് മോളെ. കറിയൊക്കെ നന്നായിട്ട് കേട്ടോ. അപ്പച്ചൻ ചോറിനെന്ന് ഞങ്ങക്ക് കാണണം. ഞാൻ കഴിക്കണത് കാണണമെന്നാ. പേടിക്കണ്ട കേട്ടോ, നമ്മളെല്ലാവരും കൂടി ഇന്ന് മുറ്റത്തിരുന്ന് അത്താഴം കഴിക്കുന്നത്. ഒരു കൊറോണ അത്താഴം. ഇനി ഈ കൊറോണ പുഴു എന്തൊക്കെ കാട്ടിക്കൂട്ടുവോ? ആ ഈ അപ്പച്ചന്റെ ഒരു കാര്യം. അയ്യോ, നിങ്ങൾക്ക് എന്തായി പറഞ്ഞാ മനസ്സിലാവാത്തത്? ഞങ്ങൾ ഈ മീൻ മുഴുവൻ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മീൻ മുഴുവൻ വന്ന് വണ്ടി കയറി കഴിഞ്ഞിട്ട് ഇന്നിവിടെ മീൻ വേണ്ടേക്കാ, കൊണ്ടേ വിൽക്കാൻ ആളില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവണേന്ന്? ഓ ഇവിടെ ഈ ആളില്ല. സാധനം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ കൊണ്ടുവന്നേക്കണേ? ഓ ഇവിടെ കൊണ്ടേ വിൽക്കാൻ ആളില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ചവിട്ടിയിട്ട് കൂട്ടിയിടാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ പറ്റൂല. സുഖയില്ലാന്ന് ഇത് ഈ പറഞ്ഞില്ലേ സാധനം നിങ്ങളോട്? ഇവിടെ തന്നെ കൊണ്ടുവന്ന് വിൽക്കാനാ ഞാൻ ഉദ്ദേശിച്ചേക്കണേ. ആരെ വിൽക്കണ്ട, ഞാൻ വിൽക്കണോ? നിങ്ങൾ വിൽക്കണം, അല്ലാണ്ടെന്താ? ഓ പൊന്നിക്ക, നിങ്ങൾക്ക് കാര്യം പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്റെ പൊന്നിക്ക, ഇന്നലെ മുതൽ നിങ്ങളെ വിളിക്കണതാ മീൻ വേണ്ടാന്ന് പറയാ. കിട്ടണ്ടേ? ക്വാറന്റൈനിൽ പോവാൻ ആശുപത്രിക്കാർ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? 10-30 കിലോ മീൻ സ്ഥിരം മേടിക്കണ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഹാർബറിലെ ബ്രോക്കർമാരോട് ഈ കാര്യം പറഞ്ഞ അവര് സമ്മതിക്കുന്നു തോന്നണ്ട പെങ്ങളെ? മീൻ മേടിക്കാതെ പറ്റില്ല. എന്റെ മോളെ, നീ വിവരമുള്ളൊരു ടീച്ചറല്ലേ? ഈ പറ, ഇക്ക ഈ മീൻ എവിടെ കൊണ്ടുപോയി പിന്നെ കൊടുക്കും? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കണം, ഞാനിത് എവിടെ കൊണ്ടുപോയി കൊടുക്കും? എന്റെ അക്ക സ്ഥിരമായിട്ട് മീൻ വാങ്ങണ 3 കച്ചവടക്കാർ ഇന്ന് വന്നില്ല. 100ഓളം കിലോ മീൻ ഇനി ബാക്കിയാ. ഇതാ കാണണ്ടോ, കൊറോണ ആയിട്ടും ക്വാറന്റൈൻ ആയിട്ടും ഞാൻ ഈ മീൻ എന്ത് ചെയ്യും? നിങ്ങൾ പറ. ഗുഡ് മോർണിംഗ്. ഇന്ന് അച്ഛന് പകരം മോനാണല്ലോ. അച്ഛന് കാലുവേദനയാ. കൊറോണ മീൻ ചീഞ്ഞു പോയത്. നമ്മളിനി എന്ത് ചെയ്യും? എവിടെ കൊണ്ടുപോയി കൊടുക്കും? ഇനി ഇപ്പൊ എന്ത് ചെയ്യും? ഇത് വല്ലാത്ത ഇടങ്ങേറായല്ലോ പടച്ചോനെ. അച്ഛന് കാലുവേദനയാ. ഞാനിനി എന്ത് ചെയ്യൂന്നാ? എവിടെ കൊണ്ടുപോയി വിൽക്കാൻ പറ്റൂന്നാ? ഈ കൊറോണ കാരണം നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്താ ചെയ്യൂത്? അച്ഛന് കാലുവേദനയാ. ഇക്ക, അപ്പന് കൊടുക്കാൻ കൊണ്ടുവന്ന മീൻ ഇവിടെ ഇറക്കിക്കോ. മോളെ,
മോളെ ശ്ശേ, നിന്നെ കൊണ്ടത് പറ്റില്ല. മോളെ ഒരു ടീച്ചറായ മോൾക്ക് ഇത് നാണക്കേടാ മോളെ. ഒരു നാണക്കേടും ഇല്ലമ്മേ. എന്നെ വളർത്താൻ എൻ്റെ അപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാണിത്. അതിനൊരു മഹത്വമുണ്ട്, അതിനൊരു പുണ്യമുണ്ട്. മോളെ വേണ്ട മോളെ, ഇത് വേണ്ടടി. മോളെ മോളെ എടി. അപ്പച്ചാ, എന്റെ ഔസേബ് ഉണ്ണിയാളാ, എന്റെ തൊഴില് എന്റെ മോളെടുക്കാന്ന് പറയുമ്പോ അപ്പച്ചൻ വിഷമിക്കാതെ. തൊഴിലാളികളുടെ മധ്യസ്ഥനല്ലേ അപ്പച്ച യോസേപ്പിതാവ്. ഇതിന്റെ കടമ അപ്പച്ച. പിന്നെ ആ ഫ്ലാറ്റിലും 3 ഹോട്ടലുകളിലും പിന്നെ സ്ഥിരം കൊടുക്കുന്ന വീടുകളിലല്ലേ ഉള്ളൂ. ഉം, ഉം. ഷാലി മിസ്സേ, ഗുഡ് മോർണിംഗ് മിസ്സേ. ഗുഡ് മോർണിംഗ് സാൻഡ്ര. ഹൗ ആർ യു? ഫൈൻ മിസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മിസ്. നമ്മുടെ മീൻകാരൻ ജോസേട്ടന്റെ മോളാ. ഏത്? നമ്മുടെ പണ്ടപ്പറമ്പ ജോസിന്റെ ആളൊരു ടീച്ചറാ. ആ, ടീച്ചർക്ക് വേറെ പണിയൊന്നും കിട്ടിയില്ലേ? ഈ പണി എന്താങ്കിലും മോശമാണോ? എന്നല്ല, ഞാനും ഒരു മാഷായിരുന്നേ. പൂളണ്ട. ഇല്ല. ആളൊരു പൂളോനാ. ടീച്ചറെ ഒന്നും കാര്യാക്കണ്ട. മീൻ തീർന്നില്ലേ ടീച്ചറെ? ഇനി കുറച്ചേ ഉള്ളൂ, അത് തീരും.
മോളെപ്പോലൊരു ടീച്ചർ പെണ്ണ് മീൻ കച്ചവടത്തിന് ഇത് ആദ്യാ. എല്ലാ തൊഴിലിനും അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ടമ്മേ. അതിൽ ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ല. ശരിയാ മോളെ. പോവാം. മീൻകാരി ടീച്ചർ ഒന്ന് പോടി പെണ്ണേ, മിടുക്കിയ. വിമലഗിരി ന്യൂമാൻ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർ മീൻ വിൽപ്പനയ്ക്ക് ഇറങ്ങിയത് തൊഴിലിന്റെ മഹാത്മ്യമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ? ആദ്യം തൊഴിലിന്റെ മാഹാത്മ്യം തന്നെയാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. ഒരു പെണ്ണായ ഒരു ടീച്ചറായ ഞാൻ ഈ തൊഴിലിന് ഇറങ്ങിയപ്പോൾ എൻ്റെ വീട്ടുകാർ പോലും എതിർത്തിരുന്നു. തൊഴിലിൽ ആൺപെൺ വ്യത്യാസങ്ങൾ ക്രമീകരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഏതൊരാൾക്കും ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട്, ഇല്ലേ? എൻ്റെ അപ്പൻ ചെയ്യുന്ന മീൻകച്ചവടം എന്ന തൊഴിൽ, അതിൻ്റെ മഹത്വം ടീച്ചറായ ഒരു മകൾ എന്ന നിലയിൽ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതൊരു വാർത്തയാക്കുന്നതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഗതികേട്. അല്ല മേഡം, ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഒരു മോട്ടിവേഷനാണ് ടീച്ചറുടെ ഈ ഉദ്യമം എന്ന് ഞങ്ങൾ പറയുന്നതിൽ തെറ്റുണ്ടോ? അതിൽ തെറ്റില്ല. ആ റിമോട്ട് എവിടെ കൊണ്ടുവച്ചു ആവോ? ആ ഹലോ ചാക്കോ ചേട്ടാ. ചാക്കോ ചേട്ടന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഈ മൂന്നാം പണി അങ്ങ് നിർത്ത്. അല്ല പിന്നെ ടിവിയിൽ വാർത്ത വന്നത് ഒരു നല്ല കാര്യം ചെയ്തു എന്നും പറഞ്ഞല്ലേ ചാക്കോ ചേട്ടാ? അവളുടെ അപ്പന്റെ തൊഴിൽ ഒരു ദിവസത്തേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൾ ചെയ്തു. ആ, കാണാൻ വരുന്ന ചെറുക്കം വല്ലതും പറഞ്ഞോ? ഓ, താല്പര്യം ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞേക്കണേ. ശരി ശരി. മോന്ത വെളുപ്പിച്ചിട്ടേ കാര്യമില്ലാന്നാ തോന്നണ പെണ്ണെ. നാളെ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞ കേസ് കട്ടപ്പോക. ഞാനും അപ്പനും കാല് പിടിച്ച് പറഞ്ഞതല്ലേ നീ ആ പണിക്ക് പോണ്ടാന്ന്. ഇപ്പൊ തൃപ്തിയായില്ലേ? അപ്പച്ചാ ദാ വരണു. ഭാഗ്യം, പത്രത്തിലൊന്നും വാർത്തയില്ല. ഇന്ന് കാണാൻ വരാന്ന് പറഞ്ഞ ചെറുക്കൻ ഇതുവരെ വിളിച്ചിട്ടില്ല. അവര് 11 മണിക്ക് വരാന്നല്ലേ പറഞ്ഞേ? ദേ അപ്പച്ചൻ വിളിക്കുന്നു. അപ്പച്ചൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ? എന്റെ ഔസേപിതാവേ, 11 മണിയാവുമ്പോ അവരിങ്ങ് എത്തണേ. ആ, ടോണി സാറോ? ആ, എന്തോ വലിയ പണിയിലാന്ന് തോന്നുന്നല്ലോ. ചൂടുകാലല്ലേ സാറേ?
ഷാലി ടീച്ചർ അപ്പച്ചൻ കുഴപ്പമൊന്നുമില്ല, ക്വാറന്റൈനില്ല ആ വീട്ടില്. ഇന്നലെ ഷാലി ടീച്ചറെ കുറിച്ചുള്ള വാർത്ത ഉണ്ടല്ലോ. അവളകത്തുണ്ട്, വിളിക്കട്ടെ? TV തുറന്നാൽ ഈ വാർത്തയുള്ളൂ. കുറേ പേര് വിളിച്ചു സാറേ. എല്ലാരും നന്നായിന്നാ പറയണേ. ഷാലി ടീച്ചറെ കൺഗ്രാസ്. താങ്ക് യു. എക്സ്ക്യൂസ് മീ, യെസ്, ന്യൂമാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്ന ഷാലി ടീച്ചറുടെ വീട് ഏതാ? ഇതാണ്. ആരാ അത് ഞാനാ മൂന്നാക്കാരൻ ചാക്കോച്ചേട്ടൻ പറഞ്ഞ. ആ വാ, അകത്തിരിക്കാം. വേണ്ട, കൊറോണ കാലമല്ലേ, പെണ്ണ് കാണൽ നമുക്ക് ഇവിടെ വെച്ചാകാം. അല്ല, ആ വരുന്നല്ലേ ആള്? മോളെ, ഇതാ ചെറുക്കം പെണ്ണ് കാണാൻ വന്നതാ. അകത്തേക്ക് വരുന്നില്ലാന്ന്. പെണ്ണ് കാണൽ ഇവിടെ വെച്ചാകാന്ന്. ഹായ്. ഹലോ, പേരെനിക്കറിയാം. ഞാൻ യോഹാൻ തോമസ്. അകത്തേക്ക് വരായിരുന്നു. സാരമില്ല, ഒരുപക്ഷെ ലോകത്ത് ആദ്യമായി വീട്ടുപടിക്കലെ പെണ്ണ് കാണൽ നമ്മുടെ ആയിരിക്കും അല്ലേ? പിന്നെ ഇന്നലെ ഷാലിയെ കുറിച്ചുള്ള വാർത്ത ആകെ വൈറലായല്ലോ. അപ്പച്ചൻ ക്വാറന്റൈനിലായപ്പോ ഷാലി, ഏത് ജോലിയും മഹത്തരമാണെന്ന് പ്രഘോഷിക്കുന്ന ഒരു മോട്ടിവേഷൻ ആയിരുന്നു താൻ ഇന്നലെ നടത്തിയ മീൻ കച്ചവടം. താങ്ക് യു. ഇങ്ങനെ ബോൾഡായ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയത് എൻ്റെ വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. തൻ്റെ ബോൾഡ്നെസ് എനിക്ക് വളരെ ഇഷ്ടമായി. അമ്മ ഫോണിലാണല്ലോ. അമ്മ അപ്പച്ചനോട് സംസാരിക്കുന്നതാ. ഹായ്. ആ, ഷാലിക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? അത് പിന്നീടാവാലോ. അപ്പൊ പിന്നെ ഔദ്യോഗികമായ പെണ്ണ് കാണൽ അപ്പച്ചൻ വന്നിട്ടാകാല്ലേ? അതാ നല്ലത്. ഒരു വാർത്താ താരത്തെ 2 പ്രാവശ്യം പെണ്ണ് കാണുന്നതിൽ തെറ്റൊന്നുമില്ലല്ലേ? ഇത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. വല്ല വെബ് ചാനലും ആയിരിക്കും വിചാരിച്ചത്. മൊബൈൽ ഫോണിലാണ് എടുത്തത്. ഇപ്പൊ ന്യൂസ് എടുക്കാൻ നല്ലൊരു മൊബൈൽ ഫോണൊക്കെ മതി ഷാലി. എന്തായാലും WM ന്യൂസിന്റെ വാർത്ത മന്ത്രിതലം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളാണോ അത് വാർത്തയാക്കിയത്? ഞാൻ ന്യൂസ് ഡെസ്കിൽ വെച്ച് ഇത് കാണുന്നത്. പിന്നെ അടുത്ത വാർത്താ ബുള്ളറ്റിൽ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. നോക്ക് സർ, അങ്ങ് ഈ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ. ഈ കൊറോണ കാലത്ത് ഷാലി ടീച്ചർ നടത്തിയ മീൻ വിൽപ്പനയെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഷാലി ടീച്ചറുടെ മീൻ കച്ചവടം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണാനിടയായി. ഒരു മാതൃകാ പ്രവൃത്തിയാണ് ടീച്ചർ ഏറ്റെടുത്തത്. എല്ലാ തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള മഹാത്മ്യമുണ്ട്. ടീച്ചറുടെ അച്ഛൻ ക്വാറന്റൈനിലായ സാഹചര്യത്തിൽ മീൻ വിൽപ്പന മുടങ്ങിപ്പോയപ്പോൾ ടീച്ചർ അത് സധൈര്യം ഏറ്റെടുത്ത് നാട് മുഴുവൻ കൊണ്ടു നടന്ന് മീൻ വിൽക്കാനായിട്ടൊക്കെ തയ്യാറായി എന്ന് പറയുന്നത് ഒരു മാതൃക തന്നെയാണ്. യഥാർത്ഥത്തിൽ ടീച്ചർക്ക് ഒരുപക്ഷെ പലരും ചോദിച്ചേക്കാൻ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ ആ തൊഴിലിൻ്റെ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് ടീച്ചർ അത് ചെയ്യാൻ തയ്യാറായി. അത് എല്ലാ വ്യക്തികൾക്കും ഒരു മാതൃകയാണ്. നമ്മൾ ഏതൊരു തൊഴിൽ ചെയ്യുമ്പോഴും അതിനകത്ത് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. അതിനകത്ത് അല്ലെങ്കിൽ ഒരു തൊഴിൽ വലുതോ ചെറുതോ എന്ന് കാണേണ്ടതില്ല. എല്ലാ തൊഴിലിലും അതിൻ്റെതായിട്ടുള്ള മഹാത്മ്യമുണ്ട്. ആ സന്ദേശം തന്നെയാണ് ടീച്ചറുടെ പ്രവൃത്തിയിലൂടെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഒരു ടീച്ചർ നടത്തിയ ഈ പ്രവൃത്തിയെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ടീച്ചർ എല്ലാവരുടെയും അഭിനന്ദനം അർഹമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ടീച്ചറെ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ നാടിന്റെ ആദരവ് ടീച്ചർക്ക് നൽകുന്നതുമായിരിക്കും.